എനിക്ക് ഗപ്പി മീൻ വേണം, സാരി മീൻ വേണം, ഫൈറ്റർ മീൻ വേണം, ടൈഗർ മീൻ വേണം. പോകും എല്ലാം വാങ്ങിച്ചേരാം കേട്ടോ. പ്രാവനെ വാങ്ങിച്ചതിനെ കാരണം നുള്ളി പിച്ചരുത് കേട്ടോ. നമസ്കാരം. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പെറ്റ് ഷോപ്പിൽ എല്ലാ തമ്മുണ്ട്. ചോദിക്കുക എന്താ വേണം ചോദിച്ചു. ചേട്ടാ സാരി ഉണ്ടോ? സാരി മാത്രമല്ല ചേച്ചിക്ക് നൈറ്റി ഉണ്ട് ഇവിടെ. അങ്ങോട്ട് ചേട്ടാ എനിക്ക് ഈ സാരി മതി. ആ സാരി മതി. അയ്യോ സാരിയല്ല കൊച്ചേ, എന്റെ ഡ്രസ് തണുക്കാൻ വേണ്ടി ഇരിക്കുന്ന അതിനകത്ത് ഇപ്പൊ തുണി കണ്ട് മുക്കി വെച്ചെന്ന് പറഞ്ഞ അതിനകത്തൊന്നും ഇല്ലല്ലോ. പിന്നെ അയ്യോ ഇതെന്നാന്നറിയാവോ? ആഫ്രിക്കന്ന് കൊണ്ടുവന്ന 1,00,000 രൂപയുടെ സ്രാവ്, അതിന് അതിന്റെ മുകളിലാണ് ഇത് കൊണ്ട് ചത്തു മലച്ച് വടി പോലെ കിടക്കുക. അയ്യോ എന്റെ നിക്കർ ഇത്ര ശക്തി ഉണ്ടായിരുന്നു. എടാ ഇവിടെ കസ്റ്റമേഴ്സ് വന്നെ ദൈവത്തെ ഓർത്ത് 4 കച്ചവടം നടക്കട്ടെ. വിഷയം എന്താ? വിഷയമൊന്നും അല്ലെന്ന്. സാധനം വായിക്കാൻ പറയുമ്പോൾ നിങ്ങൾ അളിയനൊക്കെ തമ്മിൽ വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സംഭവം വായിക്കേണ്ടതെന്ന്. അതാന്ന് എന്താ കാര്യം പറയാൻ എന്താന്ന്? ഇത് ആരാന്നറിയാവോ? ഇവളുടെ ആങ്ങളെ എന്റെ അളിയനാ. ഇതുപോലെ തീറ്റാന്ന് പറഞ്ഞ തീറ്റ ഇങ്ങനെ ഉണ്ടോ മനുഷ്യൻ? ഇവരെ വയറ്റിലാണ്ട് കൊക്കോ പുഴുവാ. ഞാൻ പറയുന്നു, കല്യാണം കഴിച്ച് നാണം കെടുത്താൻ മാത്രവും നാണം കെടുത്തി. ഞങ്ങളൊരു ടൂർ പോയി, കാഴ്ച ബംഗ്ലാവ് കാണാൻ പോയി. ഇവനും വന്ന് ഈ പ്രാന്തനും വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ച നാണം കെട്ട്. കാര്യം പറ, എന്താന്ന് പറ. സിംഹത്തിന്റെ കൂടിനകത്ത് ഇറച്ചിയിരിക്കുക. ഇവൻ സിംഹം കാണാതെ കോലിട്ട് കുത്തി താഴെ ഇട്ടിട്ട് ന്യൂസ് പേപ്പറിന് കത്തിച്ച് ചുട്ട് തിന്നു ഇവൻ. ഈ പട്ടി എന്തൊരു നാണക്കേടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണോ? അളിയ സ്മൂത്ത് ഇറച്ചിയാന്ന് പറഞ്ഞത് കഴിച്ചത് മൂത്ത. ചേട്ടാ ചേട്ടാ ആ ചുവന്ന നീളമുള്ള മീനില്ലേ, അതിന്റെ പേരെന്താ? അതാണ് ഉണ്ണിമേരി. അതിന് പുറകെ പോകുന്നില്ലേ, അതാണ് ടി.ജി. രവി. പിന്നെ ഉമ്മറുണ്ട്, പിന്നെ ബാലകനാരുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഈ മീൻ മതി. ഏത് മീനാ? ഉരുണ്ട ബബ്ബിളായിട്ട് നിൽക്കുന്നത്. കൊള്ളത്തില്ല, ആ മീൻ കൊള്ളത്തില്ല, അത് വാങ്ങിക്കട്ടെ. അത് മതി. വയസ്സേന്ന് മീനാന്ന്. അതിന്റെ പല്ലല്ല അണപ്പല്ലെല്ലാം പൊടിഞ്ഞു കിടക്കുന്നുണ്ടോ അതിനകത്ത്? പൊടിഞ്ഞു കിടക്ക്. അയ്യോ അണപ്പല്ല് പോയതല്ല, ഞാൻ പോപ്കോൺ തിന്നിട്ട് എത്ര ലക്ഷം രൂപ? അയ്യോ ഇത് കണ്ടോടി, നിന്റെ ആങ്ങളെ ചെയ്ത് വെച്ച പരിപാടി കണ്ടോ? ഇനി ഇങ്ങോട്ട് കയറിയില്ല, മുട്ടുകാലി ഞാൻ വെട്ടി ഓടിക്കും. ആ കേറിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പാമ്പിനെയാണ് നോവിച്ചു വിട്ടിരിക്കുന്നത്. പാമ്പിനെ ഞാന് ഇതിന് ബദല് ചെയ്തില്ലെങ്കിൽ, നിങ്ങളുടെ കട പൊടിച്ചില്ലെങ്കിൽ എന്നെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചോ എന്നാ